തീർച്ചയായും ന്യൂനപക്ഷം ഇടതുപക്ഷവുമായി സഹകരിച്ചു വരുന്നു. അതിന് കാരണമുണ്ട്. സഹകരിച്ചു വരുന്നതിനുള്ള കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ SIR കൊണ്ടുവന്നത് പിണറായി വിജയൻ സർക്കാരാണ് എന്ന് പ്രചരിപ്പിച്ചു. അത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ചിലർ വിശ്വസിച്ചു പോവുകയും ചെയ്തു. പക്ഷേ പൗരത്വ ഭേദഗതി നിയമം, മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കാനുള്ള നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ആദ്യമായി പ്രമേയം കൊണ്ടുവന്നത് കേരള നിയമസഭയാണ്. ആ നിയമത്തിനെതിരെ കോടതിയിലും ഹർജി കൊടുത്തു. പാർലമെന്റിൽ ഇടതുപക്ഷ അംഗങ്ങൾ ശക്തമായി അതിനെതിരെ പ്രതികരിച്ചു. മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കാനുള്ള ഒരു നിയമമായിട്ടാണ് ആ നിയമം BJP കൊണ്ടുവന്നത്. അതിനുശേഷമാണ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഭാഗമായി പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാൻ അവരൊരു പരിപാടി തയ്യാറാക്കിയത്. അതിനെക്കുറിച്ച് സർക്കാർ അസന്നിഗ്ധമായി വ്യക്തമാക്കി, പൗരത്വ രജിസ്റ്റർ കേരളത്തിൽ നടപ്പാക്കില്ല. മുഖ്യമന്ത്രിയോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ രാജ്യത്താകെ പാസാക്കിയ ഒരു നിയമം കേരളത്തിൽ നടപ്പാക്കാതെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി, ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ പൗരത്വ രജിസ്റ്റർ കേരളത്തിൽ നടപ്പാക്കില്ല. നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല. തുടർന്ന് SIR വന്നു. വളഞ്ഞ വഴിയിലൂടെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കമാണ് SIR എന്നതുകൊണ്ട് കേരള നിയമസഭ അതും ഇന്ത്യയിൽ ആദ്യം ഒരു പ്രമേയം കൊണ്ടുവന്നു. കോടതിയിലും പോയി. SIR-നെതിരെ ഏറ്റവും ആദ്യം അഭിപ്രായം പറഞ്ഞത് CPM-ഉം ഇടതുപക്ഷ ഗവൺമെൻറ്റുമാണ്. അതിനുശേഷം NPR, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, അത് കേരളത്തിൽ തയ്യാറാക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി. കേരളത്തിലാണ് അത്തരമൊരു ഉത്തരവിറക്കിയത്. കാരണം ഇതെല്ലാം വളഞ്ഞ വഴിയിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ഒന്നാണ് എന്നുള്ളതുകൊണ്ട് ജാതി സെൻസസുമായി സഹകരിക്കും, പക്ഷേ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറാക്കുന്നത് കേരളത്തിൽ നടപ്പില്ലെന്ന് പറഞ്ഞു. തുടർന്നാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു നിയമത്തിന് സാക്ഷ്യം വഹിച്ചത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതിപ്പം നൽകാൻ പോവുകയാണ്. അവിടെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ കേരളീയർ സുരക്ഷിതരാണ്, ഒരാളെയും ഇവിടുന്ന് പുറത്താക്കാൻ കഴിയില്ല. മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരു മനുഷ്യനെയും, കേരളീയരായ ഒരു മനുഷ്യനെയും ഇവിടുന്ന് പുറത്താക്കില്ല. ആ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും കൊടുക്കുകയാണ്. അതൊരു ആധികാരിക രേഖയാണ്. ഈ നടപടികളൊക്കെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ SIR കൊണ്ടുവന്നത് പിണറായി വിജയനാണ് എന്ന കള്ളം പ്രചരിപ്പിച്ചവർക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അംഗീകാരം കിട്ടാണ്ടായി. ചോദ്യം ചെയ്യൽ തുടങ്ങി. അവരോട് നിങ്ങളെല്ലോടോ പറഞ്ഞത് SIR പിണറായി വിജയനാണ് കൊണ്ടുവന്നതെന്ന്. ഇപ്പോൾ നോക്കുമ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പോലും കൊണ്ടുവന്നത് നമ്മളെ രക്ഷിക്കാനല്ലേ? ആ ഗവൺമെൻറ്റിനെ എന്തിനാ കുറ്റം പറയുന്നു? ഇത് ന്യൂനപക്ഷങ്ങൾ UDF-കാരോട് വീടുകളിൽ നിന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. UDF-കാരായ ന്യൂനപക്ഷ വീടുകളിൽ നിന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല, പാറപ്പുറം പള്ളി കമ്മിറ്റി നേരത്തെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത ആളാണ് ഇന്ന് മുഖ്യമന്ത്രി എന്നതുകൊണ്ട് ആ മുഖ്യമന്ത്രിക്ക് ഒരു ഉപകാരം കൊടുത്തു. ആ വന്ന പള്ളി കമ്മിറ്റി ഭാരവാഹികളിൽ പല രാഷ്ട്രീയക്കാരും ഉണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഏതാണ്ട് പേ ഇളകിയ മട്ടായി കോൺഗ്രസ് UDF. നമ്മൾ തെരുവിൽ കുരങ്ങൻ്റെ കളി കാണാൻ നല്ല ചേലാണ് എന്നുള്ളതുകൊണ്ട് അവിടെ കാണാൻ നിൽക്കുമ്പോൾ ആ കുരങ്ങച്ചൻ കുരങ്ങിന് കള്ളു കൊടുത്ത് കളിപ്പിച്ചാലോ കളി ഗംഭീരമായിരിക്കും. കള്ളു കുടിച്ച കുരങ്ങിനെ തേട് കുത്തിയാലോ പിന്നെ നിൽക്കക്കള്ളിയില്ലാത്ത കളിയായിരിക്കും. ഏതാണ്ട് അതുപോലെ എത്തിയിരിക്കുകയാണ് UDF. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷവുമായി കൂടുതൽ സഹകരിക്കുന്നുവെന്ന് വന്നപ്പോൾ കള്ളം പ്രചരിപ്പിക്കുക എന്നതാണ് അവരിപ്പോൾ സ്വീകരിച്ച രീതി.